നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ഉമ്മൻ, ന്യൂറോ സർജനാണ്. ഉറക്കത്തിന് തകരാറുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരോഗ്യത്തിന് വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പം ഉറക്കത്തിന് തകരാറുകൾ എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് സാധാരണയായിട്ടുള്ള ഡിസ്റ്റർബ് സ്ലീപ്പ്. അതായത് അമിത സമ്മർദ്ദം ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശരീരവേദന എന്തെങ്കിലും ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. അതായത് കറക്റ്റായിട്ട് ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റും. എപ്പോഴും എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കാരണം എപ്പോഴും ഒരു കറക്റ്റ് സ്ലീപ്പ് സൈക്കിളിലേക്ക് വരുന്നില്ല, കറക്റ്റ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നില്ല. പിന്നെ ഉള്ള ഉറക്ക തകരാറെന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. അതായത് ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അത് കൂർക്കം വലി പോലെയൊക്കെ തുടങ്ങും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ശ്വസിക്കാൻ നിന്നു പോകും. അപ്പം പെട്ടെന്ന് ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ഓക്സിജൻ ലെവൽ കുറഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞെടുക്കുമ്പം പിന്നെയും ബ്രീത്ത് ചെയ്യും, പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സ്ലീപ്പ് പാറ്റേണാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ഇത്തരം പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. എപ്പോഴും അവർക്ക് ഒരു സൂപ്പർഫിഷ്യൽ സ്ലീപ്പായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് അമിത വണ്ണമുള്ള ആൾക്കാർക്കും അത് വളരെ ഷോർട്ട് നെക്കുള്ള ആൾക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെയാണ് അത് കൂടുതലും കാണുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രഷർ വളരെയധികം കൂടുകയും ഹൃദയസ്തംഭനവും സ്ട്രോക്കും ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ട് അതിന് വേണ്ട രീതിയിൽ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഉള്ളതാണ് സ്ലീപ്പ് വാക്കിംഗ് അല്ലെങ്കിൽ സോമനാംബുലിസം. അതായത് ഉറക്കത്തിനിടയിൽ പേഷ്യൻ്റ് എഴുന്നേറ്റ് ഇങ്ങനെ ജസ്റ്റ് നടക്കുന്നതൊക്കെ. പേഷ്യൻ്റ് അത് ഉൾബോധം അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലും പറയുമ്പോഴായിരിക്കും പേഷ്യൻ്റ് അത് അറിയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ സോംനോലോക്കി, അത് ഉറക്കത്തിനിടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് നാർക്കോലെപ്സി. അതായത് കറക്റ്റ് ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പം സ്ലീപ്പ് ഡിപ്രേഷനൊക്കെ വന്നതിന് ശേഷം ചിലപ്പം എന്തെങ്കിലും മീറ്റിങ്ങിൻ്റെ ഇടയിൽ പെട്ടെന്ന് അങ്ങ് വീഴും. അതാണ് നാർക്കോലെപ്സി. പിന്നെ ഉള്ളത് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം. അതായത് ഉറക്കത്തിനിടയിൽ ഉറക്കമൊക്കെ ആയിരിക്കും, പക്ഷേ എപ്പോഴും കാര്യം വെറുതെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. അതിനാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം. അങ്ങനെ പല രീതിയിലുള്ള ഉറക്കത്തിനുള്ള തകരാറുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം സ്ലീപ്പ് സ്റ്റഡിയിലൂടെ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ കാണാം. അപ്പോൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്നത് വെച്ചാൽ പോളിസോമനോഗ്രാഫി എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ സ്ലീപ്പ് പാറ്റേൺ എവിടെയൊക്കെയാണ് തകരാറുള്ളതും അതിനുള്ള കറക്റ്റ് റെമഡീസൊക്കെ നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും. താങ്ക് യു.